ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിൻ്റെ പുതിയൊരു തിയറിയാണ്. ആ തിയറിയുടെ പേര് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. അതിനെ നമുക്ക് ഷോർട്ട് ഹാൻഡ് റെപ്രസെൻറ്റേഷനായിട്ട് VSEPR തിയറി എന്ന് പറയാം. അപ്പം ഈ തിയറി പ്രപ്പോസ് ചെയ്തത് സിഡ്വിക് ആൻഡ് പവൽ എന്ന് പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റുകളാണ്. അതൊന്ന് നോക്കാം. അപ്പോൾ സിഡ്വിക് ആൻഡ് പവൽ എന്ന് പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത് 1940s. അപ്പം വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി എന്ന് പറഞ്ഞ തിയറി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു മോളിക്യൂളിൻ്റെ യഥാർത്ഥ ഷേപ്പ്, ആക്ച്വൽ ഷേപ്പ് അല്ലെങ്കിൽ ജോമെട്രി, അതിനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് VSEPR തിയറി എന്ന് പറയുന്നത്. അപ്പം ഈ സിഡ്വിക്കും പവലും പറയുന്നതനുസരിച്ച് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു മോളിക്യൂളിൻ്റെ ജോമെട്രി അഥവാ ഷേപ്പ് വളരെ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ആദ്യത്തെ പോയിന്റ് ഇങ്ങനെയാണ് പറയുന്നത്: ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പ്രധാനമായും ആ മോളിക്യൂളിൻ്റെ സെൻട്രൽ ആറ്റത്തിലുള്ള ഇലക്ട്രോൺ പെയറുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ആറ്റത്തിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഇലക്ട്രോൺ പെയറുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്: ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളെയും ബോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളെയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ബോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ എന്താണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ പെയറുകളെയാണ് ബോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. എന്നാൽ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ സെൻട്രൽ ആറ്റത്തിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകളെയാണ് നമുക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാൻ പറ്റുന്നത് ആ ഒരു മോളിക്യൂളിൻ്റെ. അപ്പം ആ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ സെൻട്രൽ ആറ്റത്തിൽ ഇങ്ങനെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളും ബോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളും ഉണ്ട്. ആ ഇലക്ട്രോൺ പെയറുകൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ക്ലൗഡ് ആണ്. അവർ തമ്മിൽ റിപ്പൽഷനിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ റിപ്പൽഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് മോളിക്യൂളിന്റെ ജോമെട്രി അഥവാ ഷേപ്പ് എന്നാണ് ഈ VSEPR തിയറി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഈ VSEPR തിയറിയുടെ ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്: ദ ഷേപ്പ് ഓർ ജോമെട്രി ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഓർ ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ പെയർസ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. അപ്പം ആ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് അഥവാ ജോമെട്രി ആ മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റത്തിലുള്ള ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൽഷൻ ഫാക്ടറിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പൊ ഇലക്ട്രോൺ പെയറുകൾ എന്ന് പറയുമ്പോൾ സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ വരാം, അതുപോലെ തന്നെ ബോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ വരാം. അവർ തമ്മിലുള്ള റിപ്പൽഷൻ ഫാക്ടറിനെയാണ് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോയാൽ, ഈ ഇലക്ട്രോൺ പെയറുകൾ, അതായത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിലും ബോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിലും അവർ തമ്മിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ക്ലൗഡ്സ് ആണ്. ഇവർ തമ്മിൽ റിപ്പൽഷനിൽ ഏർപ്പെടുന്നു. ഈ റിപ്പൽഷൻ, ഒരു മോളിക്യൂളിലെ ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൽഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് അതിന്റെ എനർജി വർദ്ധിക്കുകയും സ്റ്റെബിലിറ്റി കുറയുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ തിയറിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിപ്പൽഷൻ കൂടുന്നതനുസരിച്ച് എനർജി കൂടുകയും സ്റ്റെബിലിറ്റി കുറയുകയും ചെയ്യുന്നു. അപ്പൊ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്: റിപ്പൽഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എനർജി. And these two factors are inversely proportional to the stability of the molecule. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റിപ്പൽഷൻ ഫാക്ടർ കൂടുന്നതനുസരിച്ച് ആ മോളിക്യൂളിന്റെ എനർജി കൂടുകയും അതിന്റെ സ്ഥിരത അഥവാ സ്റ്റെബിലിറ്റി കുറയുകയും ചെയ്യുന്നു. അപ്പം ഈ VSEPR തിയറി അനുസരിച്ച് ഒരു മോളിക്യൂൾ സ്റ്റെബിലിറ്റി ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഒരു നിശ്ചിത ഷേപ്പിൽ കാണുന്നു, അല്ലെങ്കിൽ ഒരു ജോമെട്രി അഡോപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂൾ ആ ഒരു ഷേപ്പിൽ കംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞാൽ ആ ഷേപ്പിൽ അതിന് മാക്സിമം സ്റ്റെബിലിറ്റിയാണ്. മാക്സിമം സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എനർജി മിനിമം ആയിരിക്കും. അപ്പൊ എനർജി മിനിമം ആവണമെങ്കിൽ റിപ്പൽഷൻ കുറഞ്ഞിരിക്കണം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം: ഒരു മോളിക്യൂളിലെ ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൽഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എനർജി കുറയുന്നു. എനർജി കുറഞ്ഞാൽ അവിടുത്തെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി വർദ്ധിക്കുന്നു. അപ്പോൾ ഒരു മോളിക്യൂളിന് നിശ്ചിത ഷേപ്പ് അഡോപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ എനർജി മാക്സിമം ആയിരിക്കും, റിപ്പൽഷൻ ഫാക്ടറും എനർജി ഫാക്ടറും മിനിമം ആയിരിക്കും. അതാണ് ഒരു മോളിക്യൂൾ. ഈ VSEPR മോഡലിൽ നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. ഒരു മോളിക്യൂളിന്റെ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് VSEPR തിയറി തുടക്കത്തിലെ പറയുന്നത്. അപ്പം ദ ഷേപ്പ് ഓർ ജോമെട്രി ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. Then the second point is this energy directly proportional to the repulsion of the electron pairs and both are inversely proportional to the stability of the molecule എന്നാണ് രണ്ടാമത്തെ പോയിന്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ റിപ്പൽഷൻ ഫാക്ടറിനെ കുറയ്ക്കണം. അപ്പൊ ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ ഫാക്ടർ എങ്ങനെ കുറയും?
അതാണ് ഇനി മോളിക്കൂൾ അടുത്ത ശ്രമിക്കുന്നത്. അപ്പോൾ ഈ റിപ്പൽഷൻ ഫാക്ടറുകൾ ബോണ്ട് പെയറുകളും ലോൺ പെയറുകളും ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിൽ റിപ്പൽഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ റിപ്പൽഷൻ വളരെ കൂടുതലാവും. അപ്പോൾ ഈ റിപ്പൽഷനെ എങ്ങനെയെങ്കിലും കുറച്ച് ഏറ്റവും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്, ഒരു ഷേപ്പ് അച്ചീവ് ചെയ്യാനാണ് എല്ലാ മോളിക്കൂളുകളും ശ്രമിക്കുന്നത്. അപ്പോൾ ഈ റിപ്പൽഷനെ കുറയ്ക്കാൻ വേണ്ടി ഈ ഇലക്ട്രോൺ പെയറുകളെ, അഥവാ ഈ മോളിക്കൂളിലെ സെൻട്രൽ ആറ്റത്തിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളെയും ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണുകളെയും മാക്സിമം ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്ത് നിർത്താനായി ആ മോളിക്കൂൾ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു മിനിമൈസ് ദാറ്റ് റിപ്പൽഷൻ ദ ഇലക്ട്രോൺ പെയർസ് സ്റ്റേ ആസ് ഫാർ എപ്പാർട്ട് ആസ് പോസിബിൾ. എത്രയും ദൂരെ മാറി നിൽക്കാൻ പറ്റുന്നു അതനുസരിച്ച് മാക്സിമം അകലത്തിലാണ് ഈ ഇലക്ട്രോൺ പെയറുകളെ ആ മോളിക്കൂൾ ക്രമീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്പേസിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഒരു മോളിക്കൂളിന് കിട്ടുന്നത്. അപ്പം അങ്ങനെ അവർ മാക്സിമം അകലത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് റിപ്പൽഷൻ കുറയുകയും അവിടെ എനർജി കുറയുകയും സ്റ്റെബിലിറ്റി കൂടുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു മോളിക്കൂൾ ഒരു നിശ്ചിത ഷേപ്പ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നാണ് VSEPR തിയറി പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിശ്ചിത ബോണ്ട് ആംഗിളുകൾ, ബോണ്ടിന്റെ ബിറ്റ്വീൻ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ബോണ്ടുകൾ തമ്മിലുള്ള ആംഗിൾ നമ്മൾ പരിശോധിക്കുന്നു. ഈ ബോണ്ട് ആംഗിൾ കൂടുന്നതനുസരിച്ച് റിപ്പൽഷൻ കുറയും എന്നാണ് പറയുന്നത്. അപ്പം റിപ്പൽഷൻ ഡിക്രീസസ് ഷാർപ്ലി വിത്ത് ഇൻക്രീസ് ഇൻ ബോണ്ട് ആംഗിൾ. ബോണ്ട് ആംഗിൾ വർദ്ധിക്കുന്നതനുസരിച്ച് എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ബോണ്ട്സ്, അടുത്തടുത്തുള്ള രണ്ട് ബോണ്ടുകൾ തമ്മിലുള്ള ആംഗിൾ വർദ്ധിക്കുന്നതനുസരിച്ച് ആ ബോണ്ടുകൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും റിപ്പൽഷൻ കുറയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് VSEPR തിയറി പറയുന്ന അടുത്ത പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ റിപ്പൽഷൻ ഡിക്രീസസ് ഷാർപ്ലി വിത്ത് ഇൻക്രീസ് ഇൻ ബോണ്ട് ആംഗിൾ. അടുത്തൊരു പോയിന്റ് പറയുന്നത് ഈ റിപ്പൽഷൻ പാരാമീറ്റർ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽഷൻ ഏർപ്പെടാം, അതുപോലെ ലോൺ പെയറുകൾ തമ്മിൽ റിപ്പൽഷൻ ഏർപ്പെടാം, അതുപോലെ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണുകളും ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളും തമ്മിലും റിപ്പൽഷൻ ഏർപ്പെടാം. ഈ റിപ്പൽഷന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കുറയുന്നതെന്ന് ചോദിച്ചാൽ, രണ്ട് ലോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ ഒരു ലോൺ പെയറും ഒരു ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷനെക്കാട്ടിൽ രണ്ട് ലോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ കൂടുതലായിരിക്കും. ഏറ്റവും കുറവ് റിപ്പൽഷൻ രണ്ട് ബോണ്ട് പെയറുകൾ തമ്മിലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, the repulsion between two lone pair of electrons is greater than that of one lone pair and one bond pair. അപ്പം നമുക്ക് മനസ്സിലാക്കാം, ഒരു ലോൺ പെയർ ഒരു ബോണ്ട് പെയർ തമ്മിലുള്ള റിപ്പൽഷനെ കാട്ടി കൂടുതലാണ് മാഗ്നിറ്റ്യൂഡ് രണ്ട് ലോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ. എന്നാൽ ഏറ്റവും കുറച്ച് റിപ്പൽഷൻ ഉള്ളത് രണ്ട് ബോണ്ട് പെയറുകൾ തമ്മിലാണ്. സോ ലോൺ പെയർ റിപ്പൽഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. അപ്പോൾ മനസ്സിലാക്കാം, ലോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ ആണ് ഏറ്റവും കൂടുതൽ, അതിൽ കുറവായിരിക്കും ഒരു ലോൺ പെയർ ഒരു ബോണ്ട് പെയറും തമ്മിൽ, ഏറ്റവും കുറവായിരിക്കും രണ്ട് ബോണ്ട് പെയറുകൾ തമ്മിൽ. ഇത്രയുമാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു മോളിക്കൂളിന്റെ ഷേപ്പിനെ പ്രധാനമായും തീരുമാനിക്കുന്നത് ആ മോളിക്കൂളിന്റെ സെൻട്രൽ ആറ്റത്തിലുള്ള ഇലക്ട്രോൺ പെയറുകളാണ്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളും ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണുകളും. ഈ ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽഷൻ ഏർപ്പെടുന്നു. ആ റിപ്പൽഷന്റെ ഭാഗമായിട്ട് ആ മോളിക്കൂളിന്റെ എനർജി വർദ്ധിക്കുന്നു. അപ്പം മോളിക്കൂളിന് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയിലേക്ക് പോകാൻ വേണ്ടി ആ മോളിക്കൂൾ റിപ്പൽഷനെ എങ്ങനെയെങ്കിലും കുറച്ച് എനർജിയെ കുറച്ച് ആണ് അത് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ബോണ്ട് ആംഗിൾ കൂടുന്നതനുസരിച്ച് നമുക്ക് ആ റിപ്പൽഷൻ ഫാക്ടർ കുറയുന്നു എന്ന് പറയാം. റിപ്പൽഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എനർജി കുറയുകയും സ്റ്റെബിലിറ്റി കൂടുകയും ചെയ്യുന്നു. ആ റിപ്പൽഷന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ചെക്ക് ചെയ്താൽ ഈ രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഓർഡർ. ലോൺ പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. ഈ രീതിയിലാണ് റിപ്പൽഷന്റെ മാഗ്നിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നത്. ഇത്രയുമാണ് ബേസിക് ആയിട്ട് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറിയുടെ പോയിന്റുകൾ. ഓക്കെ, ഇനി നമുക്കിവിടെ VSEPR തിയറിയുടെ ആപ്ലിക്കേഷൻ പാർട്ടിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ കുറെ മോളിക്കൂളിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ജോമെട്രി, അതുമായിട്ട് ബന്ധപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള ബോണ്ട് ആംഗിൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ ചർച്ച ചെയ്യുന്നത്. VSEPR തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, അതിൽ നമുക്ക് കുറെ കോളംസ് ആയിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യാം. ടൈപ്പ് ഓഫ് മോളിക്കൂൾ, ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, പിന്നെ അതിന് പറ്റുന്ന ഷേപ്പ്, അതുപോലെ തന്നെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമ്പിൾസ്. അപ്പോൾ ജനറൽ സ്ട്രക്ചറാണ് നമ്മളിവിടെ പറയുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമ്പിൾ സംസാരിക്കുന്നു ആ ലാസ്റ്റ് കോളത്തിൽ. ഇനി അതിനകത്ത് ആദ്യമേ നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ AB2 ടൈപ്പ് മോളിക്കൂളാണ്. AB2 ടൈപ്പ്. ഇതിൽ എണ്ണത്തിൽ കുറഞ്ഞ ആളെയാണ് നമ്മൾ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. A എന്നൊരു ഇവിടുത്തെ സെൻട്രൽ ആറ്റവും B അതിന് സറൗണ്ടിങ് ആയിട്ട് നിൽക്കുന്ന ആറ്റങ്ങളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് നോക്കുമ്പോൾ രണ്ട് ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല, 0 എന്ന് പറയുന്നു. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് മോളിക്കൂളിന് പറ്റുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ്.
ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പം ഈ ഷേപ്പിനെ നമ്മൾ ലീനിയർ ഷേപ്പ് എന്ന് വിളിക്കുന്നു. അപ്പൊ AB2 ടൈപ്പ് മോളിക്യൂളിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ഷേപ്പാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് NCERT ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട് ബെർലിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ മെർക്കുറി ക്ലോറൈഡ്. ഇതൊക്കെയാണ് നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് NCERT ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ബെർലിയം ക്ലോറൈഡിന്റെ സ്ട്രക്ചർ ഒക്കെ വരയ്ക്കാൻ പറഞ്ഞാൽ ബെർലിയം എയുടെ സ്ഥാനത്ത് സെൻട്രൽ ആറ്റമാണ് ഇവിടുത്തെ ബെർലിയം, അവിടെ അപ്പം B വരയ്ക്കുന്നു, ലെഫ്റ്റിലും റൈറ്റിലും 2 ക്ലോറിനെ വെക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ AB2 ടൈപ്പ് മോളിക്യൂളിന്റെ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം 2, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അവിടെ ഇല്ല. സാധ്യമായിട്ടുള്ള സ്റ്റേബിൾ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ആണ്. എക്സാമ്പിൾ ബെർലിയം ക്ലോറൈഡ്, മെർക്കുറി ക്ലോറൈഡ് എക്സെട്ര. ഇനി അതുപോലെ തന്നെ രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള മോളിക്യൂളാണ് AB3 ടൈപ്പ്. അപ്പോൾ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം 3, ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ ഇവിടെയും ഇല്ല. ഇത്തരത്തിലൊരു മോളിക്യൂൾ വന്നാൽ അതിന് സാധ്യമായിട്ടുള്ള ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സിലുമായിട്ട് സറൗണ്ടിങ് ആറ്റങ്ങൾ ക്രമീകരിക്കുന്നു. A സെൻട്രൽ പൊസിഷൻ ആണ്, 3 കോർണേഴ്സിലും സറൗണ്ടിങ് ആറ്റമായ B ക്രമീകരിക്കുന്നു. ഇവിടെയും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒന്നുമില്ല. ഈ ഷേപ്പിനെ നമുക്ക് ട്രയഗണൽ പ്ലനാർ ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയാം. അപ്പൊ ഈ ഷേപ്പിന് നമ്മൾ ട്രയഗണൽ പ്ലനാർ ഷേപ്പ് എന്ന് പറയുന്നു. ഇവിടുത്തെ ഏറ്റവും അടുത്തടുത്തുള്ള 2 ബോണ്ടുകൾ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ നമ്മൾ പരിശോധിച്ചാൽ 120 ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ട്രയഗണൽ പ്ലനാർ ജോമെട്രി ഉള്ള ഒരു മോളിക്യൂളാണിത്. അതിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ് AB3 ടൈപ്പ് കാറ്റഗറിയിൽ. അപ്പൊ ഇതിന് വെൽ റിപ്പോർട്ടഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ഉണ്ട്. ബെർലിയം അല്ലെങ്കിൽ ബോറോൺ ഫ്ലൂറൈഡ്, അതുപോലെ തന്നെ ബോറോൺ ക്ലോറൈഡ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ബെർലിയം ക്ലോറൈഡ് ലീനിയർ ഷേപ്പുള്ള മോളിക്യൂളാണ്. പക്ഷേ ബോറോൺ ട്രൈഫ്ലൂറൈഡ് BF3 ഇതൊരു ട്രയഗണൽ പ്ലനാർ ജോമെട്രി ഉള്ള മോളിക്യൂളാണ്. അപ്പൊ നമ്മളിവിടെ BF3യുടെ സ്ട്രക്ചർ ആണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞ ഏരിയയിൽ ഓൾറെഡി നമ്മൾ BF3യുടെ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇതിലേക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ ബോറോൺ സെൻട്രൽ പാർട്ടാണ് എയുടെ സ്ഥാനത്ത്, അതുപോലെ 3 ഫ്ലൂറിൻ വന്നിട്ടുണ്ട്, അത് ബിയുടെ സ്ഥാനത്ത് നമുക്ക് വരയ്ക്കാം. അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി. ഇനി ഇതിൽ നിന്ന് ഈ AB3 ടൈപ്പിൽ നിന്ന് നമ്മളൊരു BA റിമൂവ് ചെയ്താൽ ആ ബിക്ക് പകരം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വരും. അത് ഇങ്ങനെയാണ്. ഒരു BA റിമൂവ് ചെയ്യുന്നു, അപ്പോൾ അത് AB2 ഒരു ബിയുടെ സ്ഥാനത്ത് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് വരുന്നത്. അപ്പൊ നമ്മളിവിടെ NCERT ടെക്സ്റ്റിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ ക്യാപിറ്റൽ E എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ E എന്നോ ക്യാപിറ്റൽ L എന്നോ നമുക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പം ബൈ റിമൂവിംഗ് 1B ഫ്രം ദിസ് സ്ട്രക്ചർ യു ആർ ഗെറ്റിംഗ് AB2L. L സ്റ്റാൻഡ്സ് ഫോർ 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ നമ്മളിവിടെ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണിന്റെ എണ്ണം 2ഉം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ 1ഉമാണെന്ന് കാണാൻ പറ്റും. ഈ ഇത്തരത്തിലൊരു മോളിക്യൂൾ കിട്ടിയാൽ അതിന് സാധ്യമായിട്ടുള്ള ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. A സെൻട്രൽ പൊസിഷൻ, 2Bയും ഈ ഒരു ഫാഷനിൽ ക്രമീകരിക്കുന്നു. ഇതിൽ എയിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ നമുക്ക് കാണാൻ പറ്റും. ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായതുകൊണ്ട് ജനറലായി ഒരു ബോണ്ട് ആംഗിൾ പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഷേപ്പിന് ഇത് നമുക്ക് സാധാരണ നമ്മൾ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് പറയുമ്പോൾ അതിന്റെ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണുകളെ മാത്രമേ നമ്മൾ പരിഗണിക്കാറുള്ളൂ. അപ്പൊ അതിന്റെ ഷേപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ് എന്ന് പറയുന്നു. ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ് എന്ന് പറയുന്നു. ഇതിനെ നമുക്ക് ആംഗുലാർ ഷേപ്പ് എന്നും പറയാം. V ഷേപ്പിനെയാണ് നമ്മൾ ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ്, ആംഗുലാർ ഷേപ്പ് എന്നും പറയാം. ഇതിനൊരു നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഓസോൺ നല്ലൊരു ഉദാഹരണമാണ്. സൾഫർ ഡയോക്സൈഡ്, SnCl2, ഇതൊക്കെയാണ് ഇതിന് നല്ല എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓസോൺ, SO2, SnCl2 എക്സെട്ര. അപ്പൊ ഇതെല്ലാം ഈ ഒരു ഷേപ്പ് അഡോപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു റെപ്രസെന്റേഷൻ ആണ് നമുക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കാണിക്കാൻ പറ്റുന്നത്. മറ്റു രീതിയിൽ നമുക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കാണിക്കാവുന്നതാണ്. ഇത് ഈ രീതിയിൽ നമുക്ക് കാണിക്കാം. NCERT ടെക്സ്റ്റിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. നോക്കാം. എയിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ നമ്മളൊരു ബോണ്ട് വരയ്ക്കുന്നു, അതിന്റെ അറ്റത്ത് 2 ഇലക്ട്രോൺ കൊടുക്കുന്നു. ഈ രീതിയിൽ നമുക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യാം. ഈ രീതിയിലും കാണിക്കാം. അതിൽ ആദ്യം വരച്ചതാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ കൺവെൻഷനലി ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ ഷേപ്പിന്റെ പേര് ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ്, അതല്ലെങ്കിൽ ആംഗുലാർ ഷേപ്പ് എന്ന് പറയാം. വെൽ റിപ്പോർട്ടഡ് ആയിട്ടുള്ള 3 എക്സാമ്പിൾ ആണ് ഓസോൺ, സൾഫർ ഡയോക്സൈഡ് ആൻഡ് SnCl2. ഓക്കെ, ഇതാണ് ആദ്യത്തെ 3 ടൈപ്പ് ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് AB4 ടൈപ്പ് മോളിക്യൂൾസിനെ പരിചയപ്പെടാം. AB4 ടൈപ്പ് മോളിക്യൂൾ
ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 4 ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല, 0 ആണ്. അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ബോണ്ട് ആംഗിൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ഈ മോളിക്യൂളിന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്. എ സെൻട്രൽ പൊസിഷൻ, ബി ബി ബി. അപ്പൊ ഇതിന് ചുറ്റും 4 ബി വരുന്നു. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഇത് നമ്മൾ ഒരു ഷേപ്പായിട്ട് പറഞ്ഞാൽ ഇതിനെയാണ് ടെട്രാഹീഡ്രൽ ഷേപ്പ് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് എ ടെട്രാഹീഡ്രൽ ഷേപ്പ്. ഇവിടെ ടെട്രാഹീഡ്രൽ ബോണ്ട് ആംഗിൾ നമ്മൾ അഡ്ജസന്റ് ആയിട്ടുള്ള ബോണ്ട് ആംഗിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം 109 ഡിഗ്രി 28 മിനിറ്റ്. ഇതാണ് ടെട്രാഹീഡ്രൽ ബോണ്ട് ആംഗിൾ. അപ്പോൾ ടെട്രാഹീഡ്രൽ ബോണ്ട് ആംഗിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പല അവസരങ്ങളിൽ നമുക്ക് ഇനി അങ്ങോട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ടെട്രാഹീഡ്രൽ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്. ഇതിനെ തന്നെ നമുക്ക് 109.5 ഡിഗ്രി എന്നും റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ 28 മിനിറ്റ് നമുക്കറിയാം 60 മിനിറ്റ് ആണ് ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഈ 28 മിനിറ്റിനെ നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 0.5 എന്ന് കിട്ടുന്നു. അപ്പോൾ 109.5 ഡിഗ്രി എന്ന് നമുക്ക് ഈ ടെട്രാഹീഡ്രൽ ബോണ്ട് ആംഗിളിനെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമുണ്ട് CH4 മീഥേൻ, അതുപോലെ തന്നെ സിലേൻ SiH4 എക്സെട്ര. ഇതൊക്കെയാണ് ഇതിന് ഈ ടെട്രാഹീഡ്രൽ ഷേപ്പുള്ള മോളിക്യൂൾസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അവിടുത്തെ ബോണ്ട് ആംഗിൾ വളരെ ഷാർപ്പാണ്, 109 ഡിഗ്രി 28 മിനിറ്റ്. അപ്പോൾ ടെട്രാഹീഡ്രൽ ഷേപ്പ്. ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല, 4 ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇനി നമുക്ക് അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒരു ബി എ റിമൂവ് ചെയ്താൽ നമുക്ക് ഒരു ലോൺ പെയർ ആവും, ബാക്കി 3 ബോണ്ട് പെയറുകൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ബൈ റിമൂവിങ് 1 ബി ഫ്രം AB4 യു ആർ ഗെറ്റിംഗ് AB3L. അപ്പം 3 ബോണ്ട് പെയറുകളും ഒരു ലോൺ പെയറുമാണ്. അപ്പൊ ഇവിടെ 3 ബോണ്ട് പെയറുകൾ ഒരു ലോൺ പെയർ ഈ രീതിയിൽ വരും. അപ്പൊ ഇത്തരത്തിലൊരു മോളിക്യൂളിന് സാധ്യമായിട്ടുള്ള ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് എ ഈസ് ഇൻ ദ സെൻട്രൽ പൊസിഷൻ, ബാക്കി 3 ബി ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരുന്ന ഒരു പിരമിഡിനെ പോലെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ നമുക്ക് എയിൽ കാണാൻ പറ്റും. ഈ രീതിയിൽ ഇതിനെയാണ് നമ്മൾ ട്രയഗണൽ പിരമിഡൽ എന്ന സ്ട്രക്ചറിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഷേപ്പാണ് ഇവിടെ പറയുന്നത്. ട്രയഗണൽ പിരമിഡൽ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഈ ഒരു ഷേപ്പിന് അഡോപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു മോളിക്യൂളിന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായതുകൊണ്ട് കൃത്യമായ ഒരു ബോണ്ട് ആംഗിൾ പറയേണ്ട, അത് എക്സാമ്പിൾ മാറുന്നതനുസരിച്ച് ബോണ്ട് ആംഗിൾ ചേഞ്ച് ഉണ്ടാവുന്നു. ഈ ഷേപ്പിന്റെ പേരാണ് ട്രയഗണൽ പിരമിഡൽ. ഒരു പിരമിഡൽ ഷേപ്പാണ്, ഒരു ലോൺ പെയർ കൂടെ ഉണ്ട്. നല്ലൊരു എക്സാമ്പിൾ ഉണ്ട് അമോണിയ, ഇതിനകത്തൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അതൊരു ഫോസ്ഫൈൻ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇതൊക്കെയാണ് ഇതിന് കൃത്യമായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അമോണിയയുടെ സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ എയുടെ സ്ഥാനത്ത് നമുക്ക് നൈട്രജനെ വരയ്ക്കാം. അവിടെ ഒരു ലോൺ പെയർ ഉണ്ടാവും. 3 ഹൈഡ്രജനെ നമുക്ക് ഒരു പിരമിഡൽ ഷേപ്പിലും പറയാം. അപ്പം പിരമിഡൽ ഷേപ്പാണ് അമോണിയയ്ക്കുള്ളത്, അല്ലെങ്കിൽ ട്രയഗണൽ പിരമിഡൽ ഷേപ്പ് എന്ന് പറയുന്നു. ഇവിടെ അമോണിയയുടെ കേസിൽ ബോണ്ട് ആംഗിൾ NCERT ടെക്സ്റ്റിൽ പറയുന്നുണ്ട് 107 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫൈൻ PH3യുടെയും ഷേപ്പ് നമുക്ക് ഇതുപോലെ തന്നെ പറയാൻ പറ്റും. PH3യുടെ ഷേപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് പിരമിഡലാണ്, 3 ഹൈഡ്രജൻ ഉണ്ട്. അവിടെ നമുക്ക് ബോണ്ട് ആംഗിൾ ഒന്ന് മനസ്സിലാക്കിയാൽ 93 ഡിഗ്രി ആണെന്ന് പറയാം. അപ്പം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വരുമ്പോൾ ഇതുപോലെ ഡിഫറന്റ് ആയിട്ടുള്ള മോളിക്യൂൾസിന് ഡിഫറന്റ് ബോണ്ട് ആംഗിളുകൾ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ ബോണ്ട് ആംഗിൾ പറയേണ്ട. അതേസമയം നമ്മൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആബ്സെന്റ് ആണെങ്കിൽ ഈ മേളിൽ കാണുന്ന AB4ൽ നമ്മൾ ഇവിടെ ഒരു ബോണ്ട് ആംഗിൾ ഷാർപ്പായി പറഞ്ഞിട്ടുണ്ട്. അതിപ്പം CH4നും SiH4നും ഒക്കെ ഇതേ തരത്തിൽ തന്നെയാണ് നമ്മൾ ബോണ്ട് ആംഗിൾ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ട്രയഗണൽ പിരമിഡൽ ജോമെട്രിക്ക് മറ്റു നല്ലൊരു ഉദാഹരണമാണ് സെനോൺ ട്രയോക്സൈഡ്, XeO3 എന്ന് പറയും. സെനോൺ ട്രയോക്സൈഡ്. അപ്പൊ സെനോൺ ട്രയോക്സൈഡിന്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ സെനോണിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, താഴേക്ക് 3 ഓക്സിജൻ ആറ്റമാണ്. ആ 3 ഓക്സിജൻ ആറ്റങ്ങളും ഡബിൾ ബോണ്ട് ഓ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, VSEPR തിയറിയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അത് ഈ സ്ട്രക്ചർ വെച്ചുകൊണ്ടാണ് പറയുന്നത്. VSEPR തിയറിയിൽ ഡബിൾ ബോണ്ടുകളോ ട്രിപ്പിൾ ബോണ്ടുകളോ മൾട്ടിപ്പിൾ ബോണ്ടുകളോ വന്നാൽ അവരെ നമ്മൾ സിംഗിൾ ബോണ്ടായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. അപ്പൊ ഈ ഒരു പരിഗണനയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഈ 3 ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഓക്സിജനെയും നമ്മൾ സിംഗിൾ ബോണ്ടായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ 3 ഡബിൾ ബോണ്ട് ഓക്സിജനെ നമ്മൾ സിംഗിൾ ബോണ്ടായിട്ട്, ഈ ഹൈഡ്രജനെ പോലെ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ VSEPR മോഡലിൽ വന്നാൽ അതിനെ സിംഗിൾ ബോണ്ടായിട്ട് പരിഗണിക്കുന്നു. അങ്ങനെ ആ ഡയറക്ഷൻ മാത്രമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് XeO3 എന്ന് പറഞ്ഞ മോളിക്യൂളിന് ഈ ട്രയഗണൽ പിരമിഡൽ ഷേപ്പ് തന്നെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ AB4 ടൈപ്പ്, AB3L ടൈപ്പ്, ഇനി അതിൽ നിന്ന് AB3L ൽ നിന്ന്
ഒരു ബിയും കൂടെ റിമൂവ് ചെയ്താൽ നമുക്ക് AB2L2 കാറ്റഗറി കിട്ടുന്നു. അപ്പം ഒരു ബിയും കൂടെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത കാറ്റഗറി കിട്ടുന്നു AB2L2. അവിടെ 2 ബോണ്ട് പെയറുകളും 2 ലോൺ പെയറുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ 2 ബോണ്ട് പെയറുകളും 2 ലോൺ പെയറുകൾ. അതിന് പറ്റുന്ന ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ എ സെൻട്രൽ പൊസിഷൻ ആണ്, ബെൻഡായിട്ട് തന്നെയാണ് അതിരിക്കുന്നത് 2 ബിയും. പക്ഷെ ഇത്തവണ ഇവിടെ എയിൽ സെൻട്രൽ ആറ്റത്തിൽ നമുക്ക് 2 ലോൺ പെയറുകളെ കാണാൻ പറ്റും. ഇത് ഓൾറെഡി ഈ ഷേപ്പിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചാണ്. ഒരു ലോൺ പെയറും 2 ബോണ്ട് പെയർ വരുന്ന കേസിൽ അതുപോലെ തന്നെയാണ് 2 ബോണ്ട് പെയറും 2 ലോൺ പെയർ വന്നാലും നമുക്ക് ഇതുപോലെ ഒരു വി ഷേപ്പ് അല്ലെങ്കിൽ ഒരു ബെൻഡ് ഷേപ്പ് ആണ് കിട്ടുന്നത്. ഇതിനെ നമുക്ക് വി ഷേപ്പ് എന്നോ അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് എന്നോ പറയാം, അല്ലെങ്കിൽ മറ്റൊരു പേരോട് വിളിക്കാം ആംഗുലാർ ഷേപ്പ്. ഈ ഷേപ്പിനെയാണ് നമ്മൾ ആംഗുലാർ ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് എന്നറിയപ്പെടുന്നത്. ഒരു വളരെ നല്ല ഉദാഹരണം നമുക്ക് പഠിക്കാനുണ്ട്, വാട്ടർ, അതുപോലെ തന്നെ H2S ഹൈഡ്രജൻ സൾഫൈഡ്. ഒക്കെ വാട്ടറിന്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ബോണ്ട് ആംഗിളിന്റെ എക്സ്പ്ലനേഷനിൽ പഠിച്ചതാണ്. അപ്പം ഇങ്ങനെ 2 ഹൈഡ്രജൻ, ഓക്സിജനിൽ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇവിടുത്തെ ഈ ബോണ്ട് ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 104.5 ഡിഗ്രിയാണ് ഇവിടുത്തെ ബോണ്ട് ആംഗിൾ. അപ്പം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ട് ഓരോ എക്സാമ്പിളിലും ഷാർപ്പായിട്ടുള്ള ബോണ്ട് ആംഗിളുകൾ പഠിക്കണം. ജനറൽ ബോണ്ട് ആംഗിൾ പറയാൻ പറ്റില്ല. അപ്പൊ വി ഷേപ്പ്, ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ ആംഗുലാർ ഷേപ്പ്, ഇതാണ് വാട്ടറിന് വി ഷേപ്പ് എന്ന് പറയുന്നു. 104.5 ഡിഗ്രിയാണ് വാട്ടറിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ട് ഈ വി ഷേപ്പ് അഡോപ്റ്റ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട മോളിക്യൂൾസ് ആണ് H2Oയും H2S, ഹൈഡ്രജൻ സൾഫൈഡും വാട്ടർ. ഇനി നമുക്ക് ഇവിടെ ഈ കാറ്റഗറിയിൽ അടുത്തൊരു മോളിക്യൂൾ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് മോളിക്യൂൾ AB5 കാറ്റഗറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. AB5ൽ നമുക്ക് നോക്കുമ്പോൾ 5 ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസും 0 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ആണ് സാധ്യമാകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് AB5. അപ്പൊ AB5ലേക്ക് വരുമ്പോൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ ഇല്ല. അവിടെ നമുക്ക് ഈ AB5 കാറ്റഗറിക്ക് പറ്റുന്ന ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഒരു ട്രൈഗണൽ പ്ലാനർ ഷേപ്പ്. അതിൽ സെൻട്രൽ പൊസിഷനിൽ എ ഒക്കുപ്പ് ചെയ്യുന്നു. എ ആണ് സെൻട്രൽ ആറ്റം. എണ്ണത്തിൽ കുറഞ്ഞ ആളെയാണ് നമ്മൾ സെൻട്രൽ ആറ്റം എന്ന് എടുക്കുന്നത്. ഇനി ആ ട്രയാങ്കുലർ പ്ലെയിന് മുകളിലേക്കും താഴേക്കും 2 ബോണ്ടുകൾ, അവിടെ എല്ലാം നമുക്ക് ബി വരച്ചു വെക്കാൻ പറ്റും. നമ്മളിത് ക്ലോസ് ചെയ്തെടുക്കുമ്പോൾ ഈ സ്ട്രക്ചറിനെ നമ്മൾ ക്ലോസ് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് ഇങ്ങനെയാണ്, ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. ഈ ഷേപ്പിന്റെ പേരാണ് ട്രയഗണൽ ബൈപിരമിഡൽ. അതങ്ങനെ വരാൻ കാരണം ഒരു ട്രയഗണൽ പ്ലാനർ ഷേപ്പ് ഉണ്ട്, അതിന്റെ മുകളിലേക്കും താഴേക്കും ഓരോ പിരമിഡാണ്. അപ്പൊ ഈ ഷേപ്പിന്റെ പേരാണ്, അല്ലെങ്കിൽ ഇതിന്റെ ജോമെട്രിയുടെ പേരാണ് ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ് ആണ്. ട്രയഗണൽ ബൈപിരമിഡൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്, PCl5 ഇതിന് നല്ല ഒരു ഉദാഹരണമാണ്. ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്. ഇത് നമ്മൾ പിന്നീട് ഹൈബ്രിഡൈസേഷന്റെ ഡിസ്കഷനിൽ നമ്മൾ PCl5നെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ നമുക്ക് പറയാൻ സാധിക്കുന്നു. ട്രയാംഗിളിന്റെ കോർണറിലേക്ക് ക്രമീകരിച്ചിരിക്കുന്ന ബോണ്ടുകൾ തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ്. പക്ഷേ ഈ വെർട്ടിക്കലായിട്ട് ഈ ട്രയാംഗിൾ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ബോണ്ട് ആംഗിൾ നമ്മൾ എടുത്താൽ അത് 90 ഡിഗ്രിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ഇങ്ങനെ 2 തരത്തിലുള്ള ബോണ്ട് ആംഗിൾ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പിൽ അല്ലെങ്കിൽ ജോമെട്രിയിൽ 90 ഡിഗ്രിയും 120 ഡിഗ്രിയുമാണ് ബോണ്ട് ആംഗിൾ ആയിട്ട് വരുന്നത്. PCl5നും ഇത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയിൽ ആക്സിയൽ ബോണ്ട് എന്ന് പറയുന്നു, ആക്സിസിൽ ഇരിക്കുന്ന ബോണ്ട്. അതുപോലെ തന്നെ ഈ ട്രയാംഗിളിന്റെ 3 കോർണറിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ബോണ്ടിന് നമ്മൾ ഇക്വറ്റോറിയൽ ബോണ്ട്സ് എന്ന് പറയുന്നു. ഹൈബ്രിഡൈസേഷന്റെ സമയത്ത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഇക്വറ്റോറിയൽ ബോണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും 120 ഡിഗ്രി മേക്ക് ചെയ്യുകയും ആക്സിസിൽ ഇരിക്കുന്ന ആക്സിയൽ ബോണ്ടുകൾ 90 ഡിഗ്രി മേക്ക് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ 2 ബോണ്ട് ആംഗിളാണ് ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയിൽ നമുക്ക് ഉള്ളത്. അങ്ങനെ നമ്മൾ PCl5ന്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ PCl5ന് താണ്ട ഇതേ ഒരു ഷേപ്പാണ്. ഫോസ്ഫറസ് സെൻട്രൽ പൊസിഷനിൽ വരുന്നു. അങ്ങനെ ഇവിടെ മേളിലും താഴെ ഓരോ ക്ലോറിൻ, അങ്ങനെ സറൗണ്ടിങ് സൈഡ് ഒരു ട്രയാംഗിളിന്റെ ഷേപ്പ് പോലെ 3 ക്ലോറിൻ. അപ്പൊ ടോട്ടൽ 5 ക്ലോറിൻ. ഇവിടെ ആക്സിയൽ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇക്വറ്റോറിയൽ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ആണ്. അതേ ഷേപ്പ് തന്നെയാണ് ഇവിടെ. ജനറൽ ഷേപ്പിനോട് തുല്യമായിട്ടാണ് PCl5ന്റെ ഷേപ്പ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നത്. സോ AB5 മോളിക്യൂൾ 5 ബോണ്ട് പെയറുകളും 0 ലോൺ പെയറുകളും, സാധ്യമായിട്ടുള്ള ഷേപ്പ് ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പാണ്. ഒരു വെൽ റിപ്പോർട്ടഡ് എക്സാമ്പിൾ ആണ് PCl5. അപ്പൊ PCl5നെ സംബന്ധിച്ച് അതിന് 2 തരത്തിലുള്ള ബോണ്ടുകളുണ്ട്.
ആക്സിയൽ ബോണ്ട്, 2 ആക്സിയൽ ബോണ്ട്, 3 ഇക്വറ്റോറിയൽ ബോണ്ട്. ആ ട്രയാങ്കിളിന്റെ 3 കോർണറിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇക്വറ്റോറിയൽ ബോണ്ടാണ്. അപ്പൊ 3 ഇക്വറ്റോറിയൽ ബോണ്ട്. അതിന്റെ ആംഗിൾ എത്ര? 120 ഡിഗ്രിയാണ്. ഇനി ആക്സിസിൽ ഇരിക്കുന്ന മേളിലേക്കും താഴേക്കും ഇരിക്കുന്ന ഫ്ലോറിൻ അത് 2 അപ്പൊ 2 ആക്സിയൽ ബോണ്ടും 3 ഇക്വറ്റോറിയൽ ബോണ്ടും. ഇക്വറ്റോറിയൽ ബോണ്ട്സ് മേക്സ് ആൻ ആംഗിൾ 120 ഡിഗ്രി ആൻഡ് ആക്സിയൽ ബോണ്ട്സ് മേക്സ് ആൻ ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ. അടുത്തതായി AB5 എന്ന് പറഞ്ഞ മോളിക്യൂളിൽ നിന്ന് നമ്മൾ ബി എന്ന് പറഞ്ഞ ഒരു ആറ്റത്തെ റിമൂവ് ചെയ്താൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ സ്വാഭാവികമായും ഉണ്ടാകും. അത്തരത്തിലുള്ള മോളിക്യൂളിന് എങ്ങനെയാണ് സ്ട്രക്ചർ നോക്കാം. അപ്പൊ നമുക്കിവിടെ AB5 നിന്ന് ഒരു ബി റിമൂവ് ചെയ്യുകയാണെങ്കിൽ AB4 L ആയിട്ട് മാറുന്നു. അപ്പൊ 4 ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണും ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുമാണ് ഇവിടെ നമുക്ക് ഇത്തരത്തിലൊരു മോളിക്യൂളിന് സാധ്യമാകുന്നത്. ഇതിൽ സാധ്യമാകുന്നത് നമുക്ക് ഒരു പ്രത്യേക ഷേപ്പാണ്, നോക്കാം, മനസ്സിലാക്കാം. എ സെൻട്രൽ പൊസിഷനിൽ വരുന്നു, ബി ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിന്റെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഷേപ്പിനെ നമ്മൾ സീസോ ഷേപ്പ് എന്ന് വിളിക്കുന്നു, സീസോ ഷേപ്പ്. അപ്പം ഇതാണ് സീസോ ഷേപ്പ് എന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് പറ്റുന്ന ഒരു വെൽ റിപ്പോർട്ടഡ് എക്സാമ്പിൾ ആണ് സൾഫർ ടെട്രാഫ്ലോറൈഡ്, SF4 ആണ് ഇതിന് പറ്റുന്ന ഒരു വെൽ റിപ്പോർട്ടഡ് എക്സാമ്പിൾ. അപ്പം എന്താണ്, ഇതിനെയാണ് സീസോ ഷേപ്പ് എന്ന് പറയുന്നത്. ഒരിക്കലും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഒരിക്കലും നമ്മൾ ഷേപ്പിൽ പരിഗണിക്കില്ല. ഷേപ്പിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ ഈ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണുകളെ മാത്രമേ ഉള്ളൂ. ജോമെട്രി പരിഗണിക്കുമ്പോൾ നമ്മൾ ലോൺ പെയറും ബോണ്ട് പെയറും പരിഗണിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ജോമെട്രിയും ഷേപ്പും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ജോമെട്രിയിൽ നമ്മൾ ലോൺ പെയറിനെയും ബോണ്ട് പെയറിനെയും കൂടെ പരിഗണിച്ചാണ് നമ്മൾ ജോമെട്രി ഒരു മോളിക്യൂളിനെ പറയുന്നത്. പക്ഷെ ഷേപ്പ് നമ്മൾ എപ്പോഴും സെൻട്രൽ ആറ്റത്തിന്റെ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണുകളെ മാത്രമേ പരിഗണിക്കാറുള്ളൂ. അപ്പൊ അത് ഷേപ്പാണ് നമുക്ക് ഇവിടെ പറയേണ്ടത്. അപ്പൊ സീസോ ഷേപ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ SF4 ആണ് നല്ല എക്സാമ്പിൾ. മറ്റൊരു ഉദാഹരണമുണ്ട്, സെനോണിന്റെ ഒരു കോമ്പൗണ്ട് ആണ് XeO2F2. ഈ രീതിയിൽ നമുക്ക് ഇത് മറ്റൊരു എക്സാമ്പിൾ ആണ് ഈ സീസോ ജോമെട്രി. ഇനി ഇവിടെ നിന്ന് ഒരു വർട്ടെക്സിനെ കൂടെ ഞാൻ റിമൂവ് ചെയ്യുന്നു, ഒരു ബിയെയും കൂടെ റിമൂവ് ചെയ്താൽ അടുത്തൊരു കാറ്റഗറി കിട്ടും, AB3L2. 2 ലോൺ പെയറുകളായിട്ട് മാറും. അപ്പൊ 3 ബോണ്ട് പെയറും 2 ലോൺ പെയറുമാണ് അടുത്ത കാറ്റഗറി വരുന്നത്, AB3L2. ഇതിന് സാധ്യമായിട്ടുള്ള ഷേപ്പ് നമുക്ക് നോക്കാം. ഇവിടെ A ഈസ് ഇൻ ദ സെൻട്രൽ പൊസിഷൻ. അപ്പൊ ഇങ്ങനെ വരുന്നു, B 3B ഈ രീതിയിൽ ക്രമീകരിക്കുന്നു. എ എന്ന് പറഞ്ഞ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 2 ലോൺ പെയറുകളുണ്ട്. ഇത് നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏകദേശം T പോലെ, ഈ T പോലെയാണ് നമുക്ക് ഇരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഷേപ്പ്. അപ്പം ഇതിനെ വിളിക്കുന്നവരാണ് T ഷേപ്പ്. അപ്പം AB3L2 ടൈപ്പ് കാറ്റഗറിയിൽ അതിന് പറ്റുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ T ഷേപ്പ് ആണ്. അത് ഈ രീതിയിലാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ T ഷേപ്പ് മോളിക്യൂൾ, അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ClF3 അതുപോലെ BrF3 ഈ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്, ഹാലജനോട് തന്നെ കൂടിച്ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. +2 ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ഓഫ് ദിസ് ടൈപ്പ് ClF3 BrF3 ഇങ്ങനെയൊക്കെയുള്ള ഇന്റർ ഹാലജൻ കോമ്പൗണ്ടുകളാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ T ഷേപ്പ് ആണ് ഇതിന് പറ്റുന്ന ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഷേപ്പ്. ഇനി ഇവിടെ നിന്ന് ഒരു മോളിക്യൂളിനെ നമുക്ക് ഇതിനകത്ത് നിന്ന് മേക്ക് ചെയ്യാൻ പറ്റും. ഒരു ബിയും കൂടെ ഇതിനകത്ത് നിന്ന് മാറ്റിയാൽ AB3 എന്നുള്ളത് AB2 ആവുന്നു, ലോൺ പെയർ ഒന്ന് വർദ്ധിക്കുന്നു, AB2L3. അപ്പൊ നമുക്ക് പറയാം ഇവിടെ 2 ബോണ്ട് പെയറുകളും 3 ലോൺ പെയറുകളുമാണ് എന്ന് മനസ്സിലാക്കാം. ഇതിന് പറ്റുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബിയും കൂടെ നമ്മൾ റിമൂവ് ചെയ്താൽ ദ സ്ട്രക്ചർ ഓർ ഷേപ്പ് ഈസ് ലൈക്ക് ദിസ്, B. അപ്പം എക്ക് ചുറ്റും 3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളിങ്ങനെ വെർട്ടിക്കലായിട്ട് നോക്കുമ്പോൾ ഐ പോലെ ഇരിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതിന്റെ ഷേപ്പ് പറയുന്നത് ലീനിയർ എന്നാണ്. നമുക്ക് ഐ എന്ന് പറയുന്ന ഷേപ്പ് കെമിസ്ട്രിയിലില്ല. സോ ദിസ് ഈസ് ലീനിയർ. This is linear with the central atom containing 3 lone pair of electrons. അപ്പൊ ഇതിന് ലീനിയർ ഷേപ്പ് ആണ്. നമ്മൾ ആദ്യത്തെ ഷേപ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിനും ലീനിയർ ഷേപ്പ് ആണ്. ഏകദേശം ഒരു നല്ല ഉദാഹരണമുണ്ട്, സെനോൺ ഡൈഫ്ലൂറൈഡ്. ഇതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് XeF2. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ 3 വെറൈറ്റി മോളിക്യൂൾസും നമ്മൾ കൊണ്ടുവരുന്നത് AB5 നിന്നാണ്. ഓക്കെ. ഇനി നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് AB6 കാറ്റഗറി മോളിക്യൂൾസിനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 6 ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണും 0 ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷേപ്പ് അഥവാ ഇതിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒക്ടാഹീഡ്രൽ ജോമെട്രിയാണ്. ഒരു ഒക്ടാഹീഡ്രന്റെ ഒരു ഷേപ്പാണ് ഇതിന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കുന്നു എ സെൻട്രൽ പൊസിഷൻ. അപ്പൊ നമ്മളൊരു സ്ക്വയർ ഷേപ്പ് വരയ്ക്കുന്നു. എ സെൻട്രൽ പൊസിഷനിലാണ്. അതിന് ചുറ്റും 6 ആറ്റങ്ങളെ നമ്മൾ ഈ ഒരു ഫാഷനിൽ ക്രമീകരിക്കുന്നു.
ഇത് നമ്മൾ ക്ലോസ് ചെയ്തെടുക്കുമ്പോൾ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കാണാം. ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒക്ടാഹീഡ്രൽ ഷേപ്പ് ആണ്. ഇതാണ് അതിന്റെ പറ്റുന്ന ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഷേപ്പ്, ഒക്ടാഹീഡ്രൽ ഷേപ്പ്. ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിലും അടുത്ത വർഷത്തിലും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷേപ്പാണ് ഈ ഒക്ടാഹീഡ്രൽ ഷേപ്പ്. ഈ ഒരു ഫാഷനിലാണ് വരുന്നത്. അവിടുത്തെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ SF6 സൾഫർ ഹെക്സാഫ്ലൂറൈഡ് ആണ്. ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒക്ടാഹീഡ്രൽ ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയാം. ഇവിടെ നമുക്ക് ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് 6ഉം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് 0ഉം ആണ്. ഈ ഒക്ടാഹീഡ്രൽ ഷേപ്പിനെ നമുക്ക് ഒക്ടാഹീഡ്രൽ ജോമെട്രി എന്നും പറയാം. കാരണം ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. ഒരു മോളിക്യൂളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആബ്സെന്റ് ആണെങ്കിൽ അതിന്റെ ഷേപ്പ് തന്നെ ആയിരിക്കും അതിന്റെ ജോമെട്രി. അല്ലെങ്കിൽ നമ്മൾ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഷേപ്പും ജോമെട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു മോളിക്യൂളിൽ ലോൺ പെയറും ബോണ്ട് പെയറൂടെ ചേർത്ത് നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് ജോമെട്രി. ലോൺ പെയറിനെ ഉപേക്ഷിച്ചിട്ട് ബോണ്ട് പെയർ വെച്ച് മാത്രം നമ്മൾ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ പറഞ്ഞാൽ അതിനെയാണ് ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഷേപ്പിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ കേസിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആബ്സെന്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഒക്ടാഹീഡ്രൽ ഷേപ്പ് എന്നും പറയാം, ഒക്ടാഹീഡ്രൽ ജോമെട്രി എന്നും പറയാം. നമ്മൾ PCl5 പറഞ്ഞ കേസിൽ AB5 അതുപോലെ തന്നെ AB4 AB2 ഇങ്ങനെ ലോൺ പെയറുകൾ ഇല്ലാത്ത കേസിലൊക്കെ നമുക്ക് ഷേപ്പും ജോമെട്രിയും തുല്യമാണ് അല്ലെങ്കിൽ ഒന്ന് തന്നെയാണെന്ന് പറയാം. അല്ലാതെ ലോൺ പെയറുകളും ബോണ്ട് പെയറുകളും വരുമ്പോഴാണ് ഷേപ്പും ജോമെട്രിയും തമ്മിൽ വ്യത്യാസം വരുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് നോക്കാം. അടുത്ത ഇവിടുന്ന് AB6ൽ നിന്ന് ഒരു ബിയും കൂടെ റിമൂവ് ചെയ്താൽ യു ആർ ഗെറ്റിംഗ് AB5L ഇങ്ങനെ കിട്ടും. AB5L. അപ്പൊ ഇവിടെ 5 ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണും ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുമാണ്. ഇതിന് ഒരു ബി അങ്ങ് റിമൂവ് ചെയ്താൽ ആ സ്ഥലത്ത് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നു. അപ്പൊ A സെൻട്രൽ പൊസിഷനിൽ വരുന്നു. നമ്മൾ ബി ഇവിടെ തന്നെ നിൽക്കുന്നു. ആ ഒരു ബി ഇവിടുന്ന് റിമൂവ് ചെയ്താൽ അതിന്റെ സ്ഥാനത്ത് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വരുന്നു. ഈ ഷേപ്പിന്റെ പേരാണ് സ്ക്വയർ പിരമിഡൽ ഷേപ്പ്. ഈ ഷേപ്പിന്റെ പേരാണ് സ്ക്വയർ പിരമിഡൽ ഷേപ്പ്. ഇവിടുത്തെ ഷേപ്പ് സ്ക്വയർ പിരമിഡൽ ആണ്. ജോമെട്രി ഈ ലോൺ പെയറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒക്ടാഹീഡ്രൽ തന്നെ കിട്ടും. അപ്പൊ ഈ മോളിക്യൂളിന്റെ ജോമെട്രി എന്ന് പറഞ്ഞാൽ ഒക്ടാഹീഡ്രൽ ആണ്. പക്ഷേ ഷേപ്പിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ലോൺ പെയർ കട്ട് ചെയ്തിട്ടുള്ളത് നോക്കുമ്പോൾ സ്ക്വയർ പിരമിഡൽ ഷേപ്പ് ആണ്. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ പറയണ്ട, കാരണം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ പൊതുവെ ജനറൽ ആയിട്ടുള്ള ബോണ്ട് ആംഗിൾ പറയാറില്ല. അപ്പൊ ഇതാണ് ഈ ഷേപ്പ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ClF5 BrF5 എന്ന് അറിയപ്പെടുന്ന ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് ആണ്. ഈ ടൈപ്പ് നേരത്തെ നമ്മൾ ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ClF5 BrF5 എന്ന് അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള ഇന്റർഹാലജൻ കോമ്പൗണ്ടുകളാണ് സ്ക്വയർ പിരമിഡൽ ഷേപ്പ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് വീണ്ടും ഈ സ്ക്വയർ പിരമിഡൽ ഷേപ്പിൽ നിന്ന് ഒരു ബിയും കൂടെ നമ്മൾ റിമൂവ് ചെയ്താൽ എക്ക് ചുറ്റും 2 ലോൺ പെയറുകൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ബി റിമൂവ് ചെയ്താൽ AB4L2 ആയിട്ട് മാറുന്നു. അപ്പൊ 4 ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണും 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും. ഇതിനകത്ത് സാധ്യമാകുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ A സെൻട്രൽ പൊസിഷൻ നമ്മൾ വരയ്ക്കുന്നു. 2 ലോൺ പെയറുകളാണ് നമുക്ക് ബിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇങ്ങനെ 4 ബി അതിന് ചുറ്റും വരുന്നു. എയുടെ ചുറ്റും 4 ബി ആറ്റങ്ങൾ വരുന്നു. 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളാണ്. ഈ ഷേപ്പിന്റെ പേരാണ് സ്ക്വയർ പ്ലനാർ ഷേപ്പ്. ഇത് പ്ലെയിൻ ആണ്, സ്ക്വയർ പ്ലനാർ ഷേപ്പ് ആണ്. ഇതിനും പ്രത്യേകിച്ച് ബോണ്ട് ആംഗിൾ നമ്മൾ പറയുന്നില്ല. സ്ക്വയർ പ്ലനാർ ഷേപ്പ്, സ്ക്വയർ പ്ലനാർ ഷേപ്പ് ആണ് ഇതിന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് വെൽ റിപ്പോർട്ടഡ് എക്സാമ്പിൾ ആണ് XCF4 സെനോൺ ടെട്രാഫ്ലൂറൈഡ്. ഇത് നല്ല എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ 3 ഫിഗറുകൾ നമ്മൾ അല്ലെങ്കിൽ ഇത് AB6ന്റെ കാറ്റഗറി ആയിട്ടാണ്. AB6ൽ നിന്ന് ഒരു ബി മാറ്റിയാൽ AB5L, അതുപോലെ AB4L2 ഇത് 3ഉം റിലേറ്റഡ് ആണ്. അപ്പം അവിടെ ഓരോ ലോൺ പെയർ കൂടി വരുന്നു. അപ്പം ഒക്ടാഹീഡ്രൽ ഷേപ്പ്, സ്ക്വയർ പിരമിഡൽ ഷേപ്പ്, അതുപോലെ തന്നെ സ്ക്വയർ പ്ലനാർ ഷേപ്പ്, ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസും. ഇത്രയും കാര്യങ്ങളാണ് NCERT ടെക്സ്റ്റിൽ പറയുന്ന മോളിക്യൂൾസിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ജോമെട്രി എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മൾക്ക് വേറെ 2 കൂടെ അവൈലബിൾ ആണ്. അതുകൂടെ നമുക്ക് നോക്കാം. അടുത്ത കാറ്റഗറിയാണ് AB7. അവിടെ 7 ബോണ്ട് പെയറും 0 ലോൺ പെയറും ആണ്. ഈ മോളിക്യൂളിന് സാധ്യമായിട്ടുള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പെന്റഗണൽ ജോമെട്രി. A is in the central position. അപ്പൊ നമുക്ക് 5 കോർണറിലേക്കും ഓരോ ബിയെ വരച്ചു വെക്കാൻ പറ്റും. മുകളിലേക്കും താഴേക്കും ഓരോ ബി. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെയും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. കൃത്യമായി നമുക്ക് ബോണ്ട് ആംഗിൾ പറയാൻ പറ്റും. ഇവിടെ നമുക്ക് 72 ഡിഗ്രിയാണ്
പിന്നെ ആക്സിയൽ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇവിടെയും നമുക്ക് 72 ആൻഡ് 90 ഡിഗ്രി ബോണ്ട് ആംഗിൾ. ഈ ഷേപ്പിന്റെ പേരാണ് പെന്റഗണൽ ബൈപിരമിഡൽ. അപ്പൊ പെന്റഗണൽ ബൈപിരമിഡൽ ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയും. ഇവിടെ ജോമെട്രിയും ഷേപ്പും തുല്യം തന്നെയാണ്. പെന്റഗണൽ ബൈപിരമിഡൽ ജോമെട്രി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഉണ്ട്, അയഡിൻ ഹെപ്റ്റാഫ്ലൂറൈഡ്. IF7 ആണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുന്നത് പെന്റഗണൽ ബൈപിരമിഡൽ. ഇനി ഇതിൽ നിന്ന് ഒരു ബി റിമൂവ് ചെയ്താൽ നമുക്ക് AB6L എന്ന് വരുന്നു. അപ്പൊ 6 ബോണ്ട് പെയറും ഒരു ലോൺ പെയറുമാണ്. ഇതിന് സാധ്യമായിട്ടുള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒക്ടാഹെഡ്രൽ ഷേപ്പ് തന്നെയാണ്. A is in the central position, B 4B, അതിനകത്ത് 6 ബികൾ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എയിലുണ്ട്, അതിങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെ പ്രസൻസ് കൊണ്ട് കൃത്യമായ ഒരു പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രി അല്ല ഇവിടെ വരുന്നത്. ഒരു ചെറിയ സ്ട്രക്ചറൽ ഡീവിയേഷൻ ഒക്കെ വന്ന ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇതിനെ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ജോമെട്രി എന്നാണ് പറയുന്നത്. അപ്പൊ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ഷേപ്പ് എന്ന് പറയുന്നു ഇതിനെ. അപ്പൊ ഈ രീതിയിൽ, കാരണം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ ഡിസ്റ്റോർട്ടഡ് എന്ന വാക്ക് ഫ്രണ്ടിൽ ചേർക്കേണ്ടി വന്നത്. അപ്പൊ ഇതിന് നമുക്ക് ഒരു നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്, XeF6 സെനോൺ ഹെക്സാഫ്ലൂറൈഡ്. ഇതിന് നല്ലൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും, ഇത് ഇപ്പൊ മൊത്തത്തിൽ 15 മോളിക്യൂൾസും അവർക്ക് സാധ്യമായിട്ടുള്ള ഷേപ്പ് അല്ലെങ്കിൽ ജോമെട്രി, അവരുടെ കറസ്പോണ്ടിങ് ബോണ്ട് ആംഗിൾസ്, എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറിയുടെ ആപ്ലിക്കേഷൻ ആയി നമ്മൾ കരുതപ്പെടുന്നത്. അപ്പൊ മോളിക്യൂൾസ് വിത്ത് ലോൺ പെയർ ഉണ്ട്, വിത്തൗട്ട് ലോൺ പെയർ ഉണ്ട്, ലോൺ പെയർ ഉള്ളതുമുണ്ട്, ലോൺ പെയർ ഇല്ലാത്തതുമുണ്ട്. അപ്പൊ വ്യക്തമായി പഠിക്കുക, മനസ്സിലാക്കുക. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആപ്ലിക്കേഷൻസ് ആണ്. അത് കറക്റ്റ് ആയിട്ട് എഴുതി കൃത്യമായി പഠിക്കുക. ഓക്കെ.